മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങൾ കീഴടക്കിയ തിരുനബി ചരിതം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സീറത്തുൻ നബിയുടെ ബേസ്ഡ് ഓൺ നമ്മുടെ ആ ബുക്ക്, നമ്മൾ ഒരു ബുക്ക് പറഞ്ഞിരുന്നു, സീൽഡ് നെക്ടർ എന്ന് പറയുന്ന പുസ്തകം. അതിനകത്തു നിന്നുള്ള സീറത്തുൻ നബിയുടെ വിവരണം ആണ് ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നത്. നമ്മൾ ഒരു ആമുഖമായിട്ട് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ, ഇതിനു മുമ്പുള്ള സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പ്ലേ ലിസ്റ്റിൽ കാണാം. അപ്പോൾ ഇപ്പോൾ ഇത് എപ്പിസോഡ് നമ്പർ 1 എന്ന് പറയാം. ഇതൊരു ചെറിയ എപ്പിസോഡാണ്. ഈ സീറത്തുൻ നബി, നമ്മുടെ ഈ ഓദർ പറയുന്നത്, നമ്മൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ്, അത് ആ പശ്ചാത്തലം, എവിടെ ജീവിച്ചിരുന്നോ ആ സ്ഥലത്തുള്ള സറൗണ്ടിങ്സ്, ആ സമയത്തുള്ള ആൾക്കാർ, ആ സമയത്തുള്ള കൾച്ചർ, ഇതെല്ലാം പ്രവാചകൻ്റെ ലൈഫും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഈ 23 വർഷത്തെ ഖുർആൻ്റെ വിവരണം, പിന്നെ അതേപോലെ തന്നെ പ്രവാചകൻ അവിടെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, അവിടെ നടന്ന സംഭവങ്ങൾ, ഇതെല്ലാം പ്രവാചകൻ യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ പ്രവാചകൻ്റെ ലൈഫ്, നമ്മളങ്ങനെ പറയാം, പ്രവാചകൻ്റെ ലൈഫ് ഖുർആനിൻ്റെ അവതരണമായിട്ട് ജോയിൻ്റായി കിടക്കുന്ന ഒരു കാര്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പ്രവാചകൻ്റെ ക്യാരക്ടറെക്കുറിച്ച് ചോദിച്ചപ്പം ആയിഷ സിദ്ദീഖയും പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലേ, ഖുർആൻ വായിച്ചിട്ടില്ലേ, ഖുർആനായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അപ്പോൾ പ്രവാചകൻ്റെ ലൈഫും ഖുർആനും ഒരേപോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ ഈ ലൈഫിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ആ സാഹചര്യം, അവിടെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള എൻവയൺമെൻറ്റ്, ആൾക്കാർ, കൾച്ചർ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ സെഷൻ മെയിനായിട്ട് അവിടുത്തെ ഒരു പശ്ചാത്തലമാണ് ഈ സെഷൻ, ഈ എപ്പിസോഡ് ഒരുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത്, ഈ സൗദി അറേബ്യ, മറ്റേ ബാക്കിയുള്ള അറേബ്യൻ കൺട്രീസൊക്കെ കൊടുക്കുന്ന ആ പെനിൻസുല എന്ന് പറയുന്നത് 3 ഭാഗത്ത് വെള്ളം. അതായത് ഇപ്പം സൗദി അറേബ്യയുടെ ആ ഇത് നോക്കുകയാണെങ്കിൽ, അറേബ്യൻ ഏരിയ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം റെഡ് സീ ആണ്, റെഡ് സീ. റൈറ്റ് സൈഡിൽ മറ്റേ പേർഷ്യൻ ഗൾഫ് എന്ന് പറയും, അറേബ്യൻ ഗൾഫ് എന്നും പറയും റൈറ്റ് സൈഡിൽ. താഴെ ഈ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കാണാം അറേബ്യൻ സീ ആണ്. മുകളിൽ ഇറാഖ്, സിറിയ എന്നുള്ള ഭാഗങ്ങൾ, ഈ 2 ഭാഗങ്ങൾ. അപ്പം ഈ പെനിൻസുല എന്ന് പറയുന്നത് 3 ഭാഗം വെള്ളം കൊണ്ട് കവർ ചെയ്ത ഭാഗമാണ്. അപ്പം ഈ ഇങ്ങനെ വെള്ളം കൊണ്ട് 3 ഭാഗവും കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഏരിയ, അറേബ്യൻ പെനിൻസുലയ്ക്ക് ഒരു സേഫ്റ്റി ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊന്നും പെട്ടെന്ന് ആക്രമിക്കാനോ ഒക്കെ അങ്ങനെയൊന്നും, ഇപ്പം 4 ഭാഗത്തും കരയായിരുന്നെങ്കിൽ അത് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആ സ്ഥലത്തിനുണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഈ പ്രൊട്ടക്ഷൻ എൻജോയ് ചെയ്തിരുന്നു. ഈ അറേബ്യൻ പെനിൻസുല അധികവും ഡെസേർട്ടാണ്, അതായത് മരുഭൂമിയും മണ്ണും ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഈ വെജിറ്റേഷനോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ 3 തരത്തിലുള്ള അറബികൾ താമസിച്ചിരുന്നു, 3 തരത്തിലുള്ള. ഇതെല്ലാം ഞാൻ ഈ ബുക്കിൻ്റെ ഭാഗത്തു നിന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ബുക്കിൽ നിന്നാണ് പറയുന്നത്. ഒന്ന്, പഴയ കാലത്തെ അറബ്സ്, അതായത് ഈ ആദ് എന്ന് പറയുന്ന ഒരു സമൂഹം, പിന്നെ സമൂദ് എന്ന് പറയുന്ന സമൂഹം, അതേപോലെ തന്നെ തസ്മ്, ജാദിസ്, എംലാഖ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്, സമൂദ് നമ്മൾ ഖുറാനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവർ ജീവിച്ചു, മരിച്ചു, മണ്ണടഞ്ഞു പോയി. അതാണ് ഏൻഷ്യൻ്റ് അറബ്സ്. പിന്നെ ഉള്ളത് യമനിൽ നിന്ന് വന്നിട്ടുള്ള അറബ്സ്. യമൻ ഏരിയയിൽ നിന്ന് കുറേയധികം അറബ്സ് അവർ ഇങ്ങോട്ടേക്ക്, സൗദി അറേബ്യയുടെ, ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയാണ് യമൻ. യമനിൽ നിന്ന് വളരെയധികം അറബ്സ് ഇങ്ങോട്ടേക്ക് പടർന്ന് പല ഭാഗത്തേക്കും പോയിട്ടുണ്ട്. അപ്പോൾ യമനിൽ നിന്ന് വന്ന പ്യുവർ അറബ്സ്, ഇദ്ദേഹം പറയുന്നത് പ്യുവർ അറബ്സ് എന്നാണ്. ഒന്ന് ഏൻഷ്യൻ്റ് അറബ്സ്, പിന്നെ ഒന്ന് പ്യുവർ അറബ്സ്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് അറബികളാക്കിയ അറബ്സ്. അതായത് അറബികളായിരുന്നില്ല,
പക്ഷേ അവർ പിന്നെ അറബ് സംസാരിക്കുന്ന ആൾക്കാരായി. അതിന് പറയുന്നത് നമ്മുടെ ഈ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഫാമിലി. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ നമ്മൾ അറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം വലുതായി ഇവിടുത്തെ ഈ ട്രൈബ്സുമായിട്ട് അറബ് ട്രൈബ്സിൽ കല്യാണം കഴിച്ചു. അവിടെ നിന്നുണ്ടായ കുട്ടികൾ അവരാണ് ഈ അറബികൾ ആക്കപ്പെട്ട അറബ്സ്. അപ്പോൾ 3 തരത്തിലുള്ള അറബ്സ്. ഒന്ന് ഏൻഷ്യൻ്റ് അറബ്സ്, അവരൊക്കെ ഈ ആദ്യ സമൂഹമൊക്കെ. പിന്നെ പ്യുവർ അറബ്സ്, യമനിൽ നിന്ന് വന്നത്. പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പ്രോജനി, അത് അറബികൾ ആയവരാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള അറബികൾ അവിടെ ഉണ്ട്. ഈ ഒറിജിനൽ അറബ്സ്, അതായത് പ്യുവർ അറബ്സ് എന്ന് പറയുന്ന ഈ യമനിൽ നിന്ന് വന്ന ആൾക്കാർ, യമനിൽ അവർ 2 വലിയ ഗോത്രങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒന്ന് ഹിമ്യാർ എന്ന് പറയുന്നതും ഒന്ന് കഹ്ലാൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഗോത്രങ്ങളാണ്. ഇവിടുന്ന് ഇവർ പല കാരണങ്ങൾ കാരണം, ഒന്ന് പറയപ്പെടുന്നത് ഈ റോമൻ ആ സമയത്ത് റോമൻ എംപയർ അവർ ഈ സിറിയയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു, ഈജിപ്തിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അവിടെയൊക്കെ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിട്ട് ഇവരുടെ ഈ യമനികളുടെ ട്രേഡ് റൂട്ട്, അതായത് വ്യാപാരത്തിന് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായി യമൻ. അങ്ങനെ ഇവിടുന്ന് ഇവർ പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്ത് ഇവിടുന്ന് പോയി, യമനിൽ നിന്ന് പുറത്തിറങ്ങി പല സ്ഥലങ്ങളിലേക്കും പോയി. അതൊരു കാരണം. രണ്ടാമത്തത് ഈ പറയുന്ന ഹിമ്യാറും കഹ്ലാനും അവർ തമ്മിലുള്ള ഉൾപോര്, അവർ ഈ സിവിൽ ഫൈറ്റ്, അതിലും ഒരു കാരണമായിട്ട് പറയുന്നത് ഈ കഹ്ലാൻ എന്ന് പറയുന്ന ഗോത്രം അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്ന് അവരവിടെ നിന്ന് വിട്ടു. ഹിമിയാർ അവിടെ താമസിച്ചു. അങ്ങനെ ഈ ഇവിടുന്ന് പോയ ആൾക്കാർ, യമനിൽ നിന്ന് വന്ന ആൾക്കാർ, അവർ പിന്നെ സൗദി അറേബ്യയിൽ, ഇപ്പം നമ്മൾ സൗദി അറേബ്യ എന്ന് പറയുന്നു, അന്ന് സൗദി അറേബ്യ ഇല്ല, മദീനയിലേക്ക് വന്ന ആൾക്കാരുണ്ട്, മക്കയിലേക്ക് പോയ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ബഹ്റൈനിൽ പോയി പല സ്ഥലങ്ങളിലേക്കും, സിറിയയിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ആൾക്കാർ വ്യാപിച്ചു പോയി. അങ്ങനെ ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഈ സ്പ്രെഡ് ആകുന്നത്. പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാര്യം പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാം ഒറിജിനലി താമസിച്ചിരുന്നത് ഇറാഖിൽ. ഇപ്പോൾ നമ്മൾ ഇറാഖ്, അന്ന് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇറാഖിൽ ഊർ എന്ന് പറയുന്ന, ഊർ ഓഫ് ചാൽഡീസ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഊർ ഓഫ് ചാൽഡീസ് എന്ന് പറയും. അവിടുത്തെ ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാപ്പായിട്ടുള്ള ഡിസഗ്രിമെൻറ്റ്സിൽ അവിടെ നിന്ന് വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നിന്ന് പലസ്തീനിൽ വന്നു. പലസ്തീനിൽ വന്നെങ്കിലും അദ്ദേഹം വളരെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ പോയി. അവിടെ പോയപ്പം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെ അവിടുത്തെ രാജാവ് പിടിച്ചെടുക്കാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. അവസാനം ആ രാജാവിന് മനസ്സിലായി ഈ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സാധാരണക്കാരനല്ല, പടച്ചവൻ്റെ പ്രൊട്ടക്ഷനുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാര്യയെ അയാൾ വിട്ടുകൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാമിന് പാരിതോഷികങ്ങളും കൊടുത്ത് അവിടെ നിന്ന് യാത്രയാക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അദ്ദേഹത്തിൻ്റെ മകളെ, ഹാജറ എന്ന് പറയുന്ന മകളെ ഒരു ഗിഫ്റ്റാക്കി കൊടുത്തു, സാറയുടെ സർവീസിന് വേണ്ടി. അങ്ങനെ കൊടുത്തയച്ചു. ആ ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാം പലസ്തീനിൽ വന്നു. അവർ ഹാജറ അലൈഹിസ്സലാം ഇസ്മായിലിനെ പിറന്നു. ഈ ഇസ്മായിലിനെ പിറന്നപ്പോൾ ഇവിടെ പറയുന്നത് സാറ അലൈഹിസ്സലാം, അവർക്ക് രണ്ടൊരു വേർഷനുണ്ട്. സാറ അലൈഹിസ്സലാം പറയുന്നത് അവർക്ക് ഹാജറയോട് അസൂയ തോന്നി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമത്ത് പറഞ്ഞു, ഇവിടുന്ന് ഹാജറയെ ഇവിടുന്ന് കൊണ്ടുപോവുക, ഇവിടുന്ന് ദൂരെ കൊണ്ട് താമസിപ്പിക്കുക എന്ന് പറഞ്ഞു എന്ന് ഒരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അത് പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു കുട്ടിയെയും, ഒരു പിഞ്ചു കുട്ടിയെയും, അതുപോലെ തന്നെ ഭാര്യയെയും ഹാജറയെയും അങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുന്ന അങ്ങനെയുള്ള ആളല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. പടച്ചവൻ്റെ കൽപ്പന കൊണ്ടാണ് ചെയ്തത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ഏതായാലും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ട് ഹാജറ അലൈഹിസ്സലാമിനെയും കൊണ്ട് മക്കത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവിടെ വെച്ച് നമുക്കറിയാൻ നടന്ന സംഭവം, അവിടെ അവരെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തത് ഒരു വലിയ മരത്തിൻ്റെ താഴെ ഒരു ബാഗ്, ലെതറിൻ്റെ ബാഗ് നിറച്ച് വെള്ളവും ഈന്തപ്പഴങ്ങളും ആയിട്ട് അവിടെ ആക്കിയിട്ട് പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത് ഇവർക്ക് കാര്യങ്ങൾ, ഇവർക്ക് നീ പഴങ്ങൾ എത്തിച്ചു കൊടുക്കണേ, അങ്ങനെയുള്ള ദുആ നമുക്ക് ഖുർആനിൽ കാണാം. അത് പിന്നെ അത്
ഇബ്രാഹിം അലൈഹി സ്വലാം പോയ ശേഷം അവിടെ നടന്ന സംഭവങ്ങളും പിന്നെ സംസമിൻ്റെ വെള്ളം അവിടെ ഉണ്ടാകുന്നതും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ജുർഹൂം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ വന്ന് അവിടെ ഇവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഈ ഏരിയയിൽ ആൾക്കാരുടെ വാസസ്ഥലമായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ടോട്ടലി 4 പ്രാവശ്യം മകനെ കാണാൻ മക്കയിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വരുമ്പോൾ മകൻ 13 വയസ്സ് പ്രായമുണ്ട്, ഉമ്മ മരിച്ചും പോയിട്ടുണ്ട്. ആ സമയത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വപ്നം കാണുന്നത്, അതായത് മകനെ അറുക്കുന്നതായിട്ട്, മകനെ ബലി ആക്കുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് നമുക്ക് ഖുറാനിൽ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം കൊടുത്തതാണ്. എന്നിട്ട് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ പടച്ചവൻ പറഞ്ഞു, നീ പരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്, നീ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് പടച്ചവൻ ഒരു ആടിനെ ഇബ്രാഹിം അലൈഹി സ്വലാമിന് കൊടുക്കുകയും ചെയ്തു, ആ ബലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇസ്മായിൽ അലൈഹി സ്വലാം പിന്നെ അവിടെ ഈ ജുർഹൂം എന്ന് പറയുന്ന ഒരു അറബ് ഗോത്രം, യമനിൽ നിന്ന് വന്ന അറബ് ഗോത്രം, അവരുടെ അടുത്ത് നിന്ന് അറബി പഠിച്ചു. പിന്നെ അവരുടെ ഇടയിൽ തന്നെ മാരേജ് ചെയ്തു. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാം വീട്ടിലില്ല, മാരീഡാണ്, വൈഫുണ്ട്, പക്ഷേ ഇസ്മായിൽ അലൈഹി സ്വലാം വീട്ടിലില്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ആ വൈഫിനടുത്ത് ചോദിച്ചു, എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, പവർട്ടിയാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു മെസ്സേജ് കൊടുത്തു ഇസ്മായിൽ അലൈഹി സ്വലാമിന്, അതായത് വീടിൻ്റെ ചവിട്ടുപടി മാറ്റണം എന്ന് ഇസ്മായിലിനോട് പറയണമെന്ന് പറഞ്ഞു. ഇസ്മായിൽ അലൈഹി സ്വലാമിന് മനസ്സിലായി, അതായത് വാപ്പയുടെ ഉപദേശം ഈ ചവിട്ടുപടി കൊണ്ട് ഉപദേശിച്ചത് വൈഫിനെയാണ്, വൈഫിനെ ഒഴിവാക്കണം, ഈ വൈഫ് ഒഴിവാക്കണം എന്നുള്ള മെസ്സേജാണ്. അങ്ങനെ ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ വേറെ മാരേജ് ചെയ്തു. ആ മാരേജ് ചെയ്തത് അവിടുത്തെ ഈ ജുർഹൂം ഗോത്രത്തിൽ ചീഫായ, അതായത് അതിൻ്റെ ലീഡറായിരുന്ന മുആദ് ബിൻ അമ്ർ എന്ന് പറയുന്ന ആളുടെ മകളെ കല്യാണം കഴിച്ചു. അടുത്ത പ്രാവശ്യം ഇബ്രാഹിം അലൈഹി സ്വലാം വരുമ്പോൾ എഗെയിൻ അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാം ഇല്ല. ചോദിച്ചു, വൈഫിനടുത്ത് ചോദിച്ചു, എന്താണ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാം നല്ലതാണ്, അൽഹംദുലില്ലാ, അതായത് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഇസ്മായിൽ കൊടുക്കാനുള്ള മെസ്സേജ് വീട്ടിൻ്റെ ചവിട്ടുപടി മാറ്റണ്ട എന്ന് പറഞ്ഞു. അതായത് ഇസ്മായിൽ അലൈഹി സ്വലാമിന് മനസ്സിലായി, അതായത് ഈ വൈഫ് അവരെ കൊണ്ട് വാപ്പ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമും പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പം ഇസ്മായിൽ അലൈഹി സ്വലാമിനെ കാണുന്നത് കാബയുടെ അടുത്ത് ഇരുന്നിട്ട്, അവിടെ അതായത് ആ പരിസരത്ത് ഇരുന്നിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാം ഈ അമ്പ് ഒക്കെ, ഈ ആരോസൊക്കെ ഉണ്ടാക്കുകയാണ്, ഷാർപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടെ മകൻ വാപ്പാനെ സ്വീകരിച്ചു. രണ്ടുപേരും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് കാബയുടെ അടിസ്ഥാനം ഉയർത്താൻ തുടങ്ങി. ആ സമയത്താണ്, ആ ട്രിപ്പിലാണ് രണ്ടുപേരും ഒരുമിച്ച് കൂടിയിട്ട് കാബ പണിത് മോളോട്ടാക്കുന്നത്. ഇസ്മായിൽ അലൈഹി സ്വലാമിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 12 മക്കളിൽ ഈ 10 ഗോത്രങ്ങൾ, 10 മക്കളും അവരുടെ ഫാമിലീസും എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിവരമില്ല. 2 മക്കളെക്കുറിച്ച് മാത്രം, ഒന്ന് കിദാർ എന്ന് പറയുന്ന, കീദർ എന്ന് പറയും, ഇംഗ്ലീഷിൽ കിഡർ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിബാത്ത്, ഈ 2 മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ളവരുടെ നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. അവർ ഡിസ്പേഴ്സായി പല സ്ഥലങ്ങളിലും പോയി എന്ന് പറയുന്നു. ഈ കിദർ, അതിനകത്തു നിന്നാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ലീനിയേജ് വരുന്നത്, ആ മകനിൽ നിന്നാണ്. ഈ സമയത്ത് ഇതിപ്പം മക്കയിലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഒരു ചെറിയൊരു സമ്മറിയാണ് അവിടെ കൊടുത്തത്. ഇനി ആ സമയത്ത് യമനിൽ യമൻ ആ സമയത്ത് പോപ്പുലറാണ്. യമൻ ആ സമയത്ത് ആൾക്കാരെ കൊണ്ടും, അതായത് ഭരണകൂടങ്ങളുണ്ട്, പലതരത്തിലുള്ള ആൾക്കാർ മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. അവിടെ ഭരണകൂടത്തിന് വേണ്ടി റോമക്കാർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പേർഷ്യക്കാരും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴത്തേക്ക് ഈ യമനിൽ ബാദാൻ എന്ന് പറയുന്ന ഒരു ഗവർണറാണ് അവിടെ ആ സമയത്ത് പേർഷ്യക്കാർ വെച്ചിരുന്നത്. ആ സമയത്ത് പേർഷ്യക്കാരുടെ ഇൻഫ്ലുവൻസാണ് യമനിലുണ്ടായിരുന്നത്. ബാദാൻ എന്ന് പറയുന്ന ഒരു ഗവർണറെ പേർഷ്യക്കാരുടെ ഒത്താശയോടുകൂടി അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയാൾ അവിടെ ഉണ്ടായിരുന്നു.
പിന്നെ അറിയാം അയാൾ ഒരു മെസ്സേജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു കൊടുത്തു. അതായത് നിങ്ങളുടെ രാജാവിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അത് ഹദീസിൽ കാണാം. അങ്ങനെ ബാദാൻ പിന്നെ മുസ്ലിമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു, ബാദാൻ മുസ്ലിമായി. ഇതുവരെയുള്ള കാര്യം ഇതാണ് അവിടെ മെയിനായിട്ട് ആ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഡീറ്റെയിൽസ് കുറേയധികം ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ സീറത്തുൻ നബിയുടെ ഒറിജിനൽ എപ്പിസോഡ് തുടങ്ങുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതലാണ് നമ്മൾ. ഇപ്പോൾ ഇതൊരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ മാത്രമാണ്. കാര്യം ഇതിനകത്ത് കുറേ അധികം ഇൻറ്റേർണൽ ഫൈറ്റ്സ് അറബുകൾ തമ്മിൽ, അതായത് യമനി അറബുകൾ തമ്മിൽ നടന്നിട്ടുണ്ട്. പല ആൾക്കാരുടെ പേരുകളുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാര്യം ഇത് നമ്മുടെ ഇതിനുള്ള സിഗ്നിഫിക്കൻസ് അല്ല, പക്ഷേ മെയിൻ മർമ്മപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് പോവാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.